ഹലോ ഗൈസ്, അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു ട്രിപ്പ് പോയ വീഡിയോ ഇട്ടിട്ടില്ലേ? അതിൻ്റെ ബാക്കി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇപ്പാണ് സമയം കിട്ടീനി. അന്ന് നമ്മൾ ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ പോയത് മാട്ടൂലിലെ പെറ്റ് സ്റ്റേഷനിലേക്കാണേ. മാട്ടൂ കടപ്പുറത്തിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ടില്ലേ, നല്ല മഴ സമയത്തെല്ലാം പോകുന്നവർ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് വേണം പോകാൻ കേട്ടാ. എന്തായാലും ഭാഗ്യത്തിന് നമ്മൾ പോകുമ്പോൾ തുറന്നിട്ടുണ്ടായിനെ. നമ്മൾ 200 റുപ്യേൻ്റെ ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിനെ കേട്ടാ. 200-നേക്കാളും കുറവിലെ ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നേ. 200 റുപ്യല്ല, ഒരു 300 റുപ്യ എടുത്താലും വലിയ നഷ്ടമൊന്നുമില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾ ഇന്നേ വരെ കാണാത്ത കുറേ സംഭവങ്ങൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണാൻ പറ്റുമേ. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആദ്യം തന്നെ കണ്ടത് ഒരു കുതിരേനെയാണ് കേട്ടാ. കുതിര നമ്മളെ കണ്ടിട്ട് അന്തം വിട്ട് നോക്കലേനും. ഇതേതാന്നിപ്പോൾ വേറെ കുതിരകൾ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ജീവനില്ല ആനനെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പേരെ ഫോട്ടോ എടുത്ത് അതിൻ്റെ പരിപ്പളക്കുന്നുണ്ട്. അവരതിൻ്റെ വലിയൊരു പ്രതിമയാണ് വെച്ചിട്ടുണ്ടായിനി. ആ പ്രതിമേനെ പോലും നമ്മൾ വെറുതെ വിട്ടിട്ടില്ല കേട്ടാ. ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ കയറുന്നതിന് മുന്നേ അതിൻ്റെ പുറത്ത് കുറേ സംഭവം കാണാനുണ്ടേ. ആടെ തന്നെ നമ്മൾ കുറേ സമയം അങ്ങ് ചെലവാക്കിനി. അങ്ങനെ പുറത്തുള്ള പ്രഹസനെല്ലാം അവസാനിപ്പിച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറിയ പാടന്നെ കണ്ടത് അരാപ്പൈമക്കാരോ മത്തിക്കഷ്ണം ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടാ. ഈ ആന പോലത്തെ മീനിനെല്ലാം ഇത്ര കുഞ്ഞു മത്തിക്കഷ്ണം കൊടുത്തിട്ട് എന്നാമോ ആവുക? ആനവായിൽ അമ്പഴങ്ങ പോയ പോലെയല്ലേ ഉണ്ടാവൂലൂ. പിന്നെ അധികം ഭാരിച്ച കാര്യങ്ങളൊന്നും ചിന്തിച്ച് കളയാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങോട്ടേക്കൊന്നും നോക്കിയില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ നിനക്ക് എൻ്റെ മോളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിന് കേട്ടാ. ശരിക്കും സതുക്കുട്ടീനെയും കൂട്ടിയിട്ട് പോകേണ്ട ഒരു നല്ല സ്ഥലം തന്നെയാണ് ഈ പെറ്റ് സ്റ്റേഷൻ. കുഞ്ഞു മക്കളെയും കൂട്ടി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടുമല്ലോ. പോരാത്തതിന് ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കാണാനും ഉണ്ട്. കഷ്ടപ്പെട്ടിട്ട് സ്നേക്ക് പാർക്കിലെല്ലാം പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ പെറ്റ് സ്റ്റേഷനിൽ പോകുന്നതാണ് കേട്ടാ ശരിക്കും പറഞ്ഞാൽ ലാഭം. ഇതെന്റെ മാത്രം അഭിപ്രായമാണ്. സൗമ്യ ദൈവമേ, ഇത് കണ്ടപ്പോൾ എനക്ക് തോന്നി എനിക്ക് ഭ്രാന്തായതാണോ ഇനി എനക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും ഭ്രാന്തായതാണോ എന്ന്. ആടെ ശരിക്കും പറഞ്ഞാലില്ലേ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടാ. നമ്മൾ ഒരിക്കലും കാണാത്തെ, നമ്മൾ മീൻസ് ഞാൻ കണ്ടിട്ടില്ലേ. ഈ മൂരിക്കുട്ടന്മാരെ കണ്ടപ്പോൾ എനിക്ക് പണ്ട് കണ്ടത്ത് പണിയെടുക്കാൻ വരുന്ന മൂരികളെല്ലാം ഓർമ്മ വന്നു പോയി. അത് കണ്ടാ, ഞാൻ പാമ്പിനെ പിടിച്ച വീഡിയോ ഞാൻ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവരെല്ലാം പോയി കാണണം കേട്ടാ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പെറ്റ് സ്റ്റേഷനിൽ ഒരു 3-4 പ്രാവശ്യമായി പോകുന്നു കേട്ടാ. എനിക്ക് ആടെ പോയിട്ട് ഒരു മടുപ്പും തോന്നിയിട്ടില്ല. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം ഇതാന്ന് കേട്ടാ. മീനിന് തീറ്റ കൊടുക്കുക അടിപൊളി പരിപാടിയാണ്. നല്ല സുഖാണ്. 3-4 പ്രാവശ്യം പോയാലും ആ ഇക്കിളി ഉണ്ടല്ലോ, അത് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അത് അനുഭവിച്ചിട്ട് തന്നെ അറിയണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമയം എടുത്തിട്ട് എല്ലാം ആസ്വദിച്ച് കാണാൻ പറ്റും കേട്ടോ. ആരും നമ്മളെ ശല്യം ചെയ്യാൻ വരില്ല. അങ്ങനെ പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ വീഡിയോയും ഫോട്ടോയും എടുത്തിട്ടാണ് പിന്നെ പുറത്തേക്ക് കഴിഞ്ഞിട്ടുണ്ടായിനി. കാണാത്ത ഒരുപാട് ജീവികളെ കാണാനും ഒരുപാട് കാര്യം എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റിയൊരു സ്ഥലമാണ് ഈ പെറ്റ് സ്റ്റേഷൻ. കണ്ണൂരിലുള്ളവരാണെങ്കിൽ എന്തായാലും ഒരു 1 ഡേ ട്രിപ്പ് അടിക്കേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. ഈടെ പോയി കഴിഞ്ഞാൽ വേറൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്നറിയുവാ, നമ്മൾ പുറത്തേക്ക് പോകുന്ന വഴിക്ക് ഇവരിങ്ങനെ കുറേ സാധനം നിരത്തി വെച്ചിട്ടുണ്ട്. ഷോപ്പിംഗ് പിന്നെ പണ്ടേ നമ്മളൊരു ദുർബലത ആയതുകൊണ്ട് നമ്മളവിടുന്ന് കുറേ സാധനം വാങ്ങിയിട്ടാണ് പിന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിനി. എന്തെന്നായാലും ഒരു 1 ഡേ ട്രിപ്പ് അടിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പെറ്റ് സ്റ്റേഷനാണ്.